ഡാ, എന്താടാ ഇങ്ങനെ ആരോടും പറയാതെ എവിടെങ്കിലൊക്കെ പോരി? ഡാ, മനുഷ്യന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവിടെ കൊണ്ട് ജീവൻ തീരാനുള്ള. നിനക്കിനി ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, നീ അത് മനസ്സിലാക്കി. അപ്പൊ ഞാൻ അനുഭവിച്ച എന്റെ ലൈഫോ അത് ഞാൻ എന്ത് ചെയ്യണം? ഡാ, കഴിഞ്ഞത് കഴിഞ്ഞു. അത് നിന്റെ കൂടെ ഇല്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് കളയാനുള്ളതല്ല ഇനിയുള്ള നിന്റെ ജീവിതം. അതൊക്കെ കഴിഞ്ഞിട്ട് 2 വർഷമായി. എന്നിട്ട് ഇനി അതിൽ നിന്ന് വിട്ടുമാറിയുള്ളൂ. അതെന്താണെന്നറിയോ നിനക്ക്? കാരണം നീ അവളെ അത്രമാത്രം സ്നേഹിച്ച്. ഡാ, നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ഇത്രയധികം സ്നേഹിക്കാൻ പാടില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. നീ ആ ലിമിറ്റും കടന്നു പോയി. എന്നെങ്കിലും ഒരു നാൾ നമ്മളെ പിരിയേണ്ടി വരും. അത് നിനക്ക് സഹിക്കാവുന്നതിലും അപ്പുറം വരും. നീ വന്നേ, നമുക്ക് നടന്നിട്ട് വരാം. അവളെ എനിക്കൊരു ഒരു നിധി കിട്ടിയ പോലെ ഞാൻ അവളെ കാത്തു സൂക്ഷിച്ചത്. ഈ ലോകത്തിനപ്പുറത്ത് എന്തോ ഒന്ന്, അതായിരുന്നു എനിക്ക് അവള്. പക്ഷെ ഇപ്പം അതെൻ്റെ കൂടെ ഇല്ല. അവൾ ഒറ്റ നിന്നെ ഈ അവസ്ഥയിലാക്കി. എന്നിട്ട് നീ അവളെ വെറുതെ വിട്ടു. പക്ഷെ എനിക്കതിനാവില്ല. ഒരാളുടെ സന്തോഷത്തിൽ മാത്രമല്ല, അയാളുടെ മോശം അവസ്ഥയിലും കൂടി നിൽക്കുന്നതാ യഥാർത്ഥ കൂട്ടുകാരൻ. അവള് പോട്ര, പക്ഷെ അവളുടെ ചതി അതായിരുന്നു എന്നെ കൂടുതൽ തകർക്കേണ്ടത്. പക്ഷെ എന്നെ അവളിപ്പോൾ ചതിച്ചു എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുള്ളൂ. അവൾ ഇട്ടിട്ട് പോയപ്പോൾ അനുഭവിച്ചതിനൊക്കെ ഒരു ആശ്വാസമായി. ഡാ, ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനം ഭൂലോകം ഉള്ളിടത്തോളം അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവൾ ആള് ശീലത്തിനടുത്ത് അപ്പോഴേ പറഞ്ഞതാ. അപ്പൊ നിനക്കായെന്നല്ല. ഒരു രീതിയിൽ ആലോചിച്ചാൽ അവൾ എന്നെ 1-2 വർഷമായിട്ട് ചതിച്ചിട്ടുള്ളൂ. എന്നിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അവളുടെ പപ്പയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആ പാവം മനുഷ്യൻ അവൾ എത്ര കാലമായിട്ടാ. അതാടാ പെണ്ണ്. ഇതുപോലുള്ളൊരു ജീവിതത്തിൽ മനസ്സിലാക്കണം. ഇവളുമാരുടെ ഒന്നും വാക്ക് വിശ്വസിക്കരുത്. എല്ലാവരുടെ ലൈഫിൽ പെണ്ണ് വരും. അത് നാച്ചുറലായിട്ട് നടക്കണം കാര്യമാണ്. അതിന് അതിൻ്റെ സമയമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ. പക്ഷെ അവളെയൊക്കെ ഉണ്ടല്ലോ, അവളെ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞ അവളെ വെറുതെ വിടുന്ന എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. നമുക്കെന്തെങ്കിലും കുടിച്ചിട്ട് വരാം. ഒന്ന് ആലോചിച്ച് നോക്കി അവളുടെ ഇപ്പോൾ അവൻ്റെ വിധി. അവളുടെ വാക്കും വിശ്വസിച്ച് പിറകെ വാലാട്ടെടുക്കണ പൊട്ടൻ. പറയണടാ തോന്നും അവളാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചത്. എനിക്കിത്ര പറയാനുള്ളൂ. നീ ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. വിഷമോ? എനിക്കിപ്പോൾ ഒരു വിഷമവുമില്ല. അവള് പോയതിൽ എനിക്കിപ്പോൾ അവള് പോയിന്നോടത്ത് ഒരു ആശ്വാസമുള്ളൂ. നല്ലതാടാ. ഇതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. എൻ്റെ കഴിഞ്ഞകാല ജീവിതം, അതിൽ നിന്ന് എനിക്കിട്ട ജീവിതാനുഭവങ്ങൾ, അത് മാത്രം മതി എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താൻ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. പ്രതീക്ഷയിൽ നിന്ന് പ്രതീക്ഷയിലേക്കുള്ളൊരു നീണ്ട യാത്ര. ആ യാത്രയിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ സ്വന്തം ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയും ഒക്കെയാണ്.
ഇവന് എന്താ പറ്റിയത്? എടാ നിനക്ക് എന്താ പറ്റിയത്? ഓ മതിട്ട്. എടാ എന്താന്ന് വെച്ചാ പറ. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്നിന്റെ സ്വഭാവമാണ്. എന്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. അതിന് നിനക്ക് കിടന്ന സിസ്റ്റർ? സിസ്റ്ററിനെ പോലെ ഉള്ളവള്. ഓ അങ്ങനെ. ഭയങ്കര വിനയത്തോടും സ്നേഹത്തോടും കൂടി നടന്ന അവൾക്കൊന്നും ഇപ്പൊ നമ്മളെ വേണ്ടാതായി. എന്തോടുകൂടി? വിനയത്തോടു കൂടി. അവൾക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയ സമയം നമ്മളെയൊക്കെ വേണ്ടാതായി. നീ അവനെ കണ്ട? കുറച്ചാളുമ്പോ ഒരു പെണ്ണു എന്ന് പറഞ്ഞ് ഫുൾ ഷോ കൂടിയിരുന്നു. ഇപ്പൊ ഈ കണ്ടില്ലേ കോഴി ചെകണവരുന്ന് ചെകയണത്. ശരിയാണല്ലോ. പോട്ടലിൽ ലോട്ടറി അടിച്ച പോലെ. ഇപ്പൊ പണ്ടത്തെ അവന്റെ ഫ്രണ്ട് ഒരുത്തി അവന്റെ പണ്ടത്തെ ഫോട്ടോ വെച്ചിട്ടോ ഇപ്പൊ ഈ കണീനെ കാട്ടായം. ഇപ്പഴവനൊന്ന് ചിരിച്ചു കാണുന്നത്. ഇനി ഇത് എത്ര ആളുണ്ടാവോ? നിനക്കെന്താ പറ്റിയത്? Action, action.